ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 8 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ടെലഗ്രാം ചാനൽ, അതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് PDF ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാം. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: മലപ്പുറം ഡെലിവേഴ്സ് ഇൻ ഇറ്റ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹോം ബർത്ത്. വീടുകളിലെ പ്രസവത്തിനെതിരായ പോരാട്ടത്തിൽ മലപ്പുറം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് മലപ്പുറം ജില്ല വീടുകളിലെ പ്രസവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം അതിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ വളരെ കുറച്ചിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സംസ്ഥാന ആരോഗ്യ അധികൃതരുടെ ഇടപെടലുകളെ തുടർന്ന് വീട്ടിലെ പ്രസവങ്ങളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയ കേരളത്തിലെ ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് മലപ്പുറം ജില്ലയിൽ വീടുകളിലെ പ്രസവങ്ങൾ, അതിനെ ഹെൽത്ത് അതോറിറ്റീസിന്റെ ഇന്റർവെൻഷൻ, അവരുടെ ഇടപെടലുകൾ തുടർന്ന് പൂർണ്ണമായിട്ടും വളരെയധികം കുറച്ചിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂണിൽ കേവലം 4 കേസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. നിരവധി കേസുകൾ ആണ്, അതായത് വീടുകളിൽ പ്രസവിക്കുന്ന ആ കേസുകൾ വളരെയധികം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി കുറഞ്ഞിരിക്കുന്നത്. 2023-24 കാലയളവിൽ മലപ്പുറം ജില്ലയിൽ വീട്ടിൽ പ്രസവം നടന്നവരുടെ എണ്ണം എത്രയാണ്? 253. 2023-24 ആ വർഷത്തിൽ 253 പ്രസവങ്ങൾ ആണ് വീടുകളിൽ നടന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഒരു സ്ത്രീ മരിക്കാൻ ഇടയായതും അതിനുശേഷം പിന്നീട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇടപെടലുകൾ മൂലം ഇത് വളരെയധികം കുറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂണിൽ കേവലം 4 കേസ് മാത്രമേ ഉയർന്നു വന്നിട്ടുള്ളൂ. 2024-25 മലപ്പുറം ജില്ലയിൽ വീട്ടിൽ പ്രസവം നടന്നവരുടെ എണ്ണം എത്രയാണ്? 191. 2023-24 253 ആയിരുന്നു. പിന്നീടത് 24-25 ആയപ്പോഴേക്കും 191 ഈ വർഷം അത് ഇപ്പോഴത്തെ ആ ഒരു 25-26 അതിൽ 13 കേസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ ജൂൺ ആണ് ഏറ്റവും കുറവ്. 4 കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ റൂൾസ് ഏഷ്യ ബുക്സ് എ വേൾഡ് കപ്പ് സ്പോട്ട്. ഇന്ത്യ ഏഷ്യ ഭരിക്കുന്നു, ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യ ഹോക്കിയിൽ ഏഷ്യ കപ്പ് നിലനിർത്തി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 7 ബീഹാറിലെ രാജ്ഗീറിൽ നടന്ന ഹോക്കി ഹീറോ ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യ ഏത് ടീമിനെതിരെയാണ് കിരീടം നേടിയത്? കൊറിയ. ഈ പ്രാവശ്യത്തെ ഹീറോ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റ് നടന്നിട്ടുള്ളത് ബീഹാറിലെ രാജ്ഗീർ എന്ന സ്ഥലത്താണ്. സെപ്റ്റംബർ 7 ആയിരുന്നു മത്സരത്തിന്റെ ഫൈനൽ മത്സരം. ഇതിൽ കൊറിയയായിട്ടുള്ള മത്സരത്തിലാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 മുമ്പ് ഏതു വർഷത്തിലാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനൽ വിജയിച്ചത്? 2017. 2017 ഇന്ത്യ ലാസ്റ്റ് ആയിട്ട് വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2025, അതായത് ഏതാണ്ട് 8 വർഷത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ആ കപ്പ് നിലനിർത്തി. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ എത്ര തവണ വിജയിച്ചു? 4 തവണ. 4 പ്രാവശ്യമാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2025 ഇന്ത്യ ഹോക്കിയിൽ കൊറിയക്കെതിരെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ഹോക്കി ഏഷ്യ കപ്പിൽ 3ാം സ്ഥാനം നേടിയത് ആരാണ്? മലേഷ്യ. മലേഷ്യയാണ് ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ഇന്ത്യ, 2ാം സ്ഥാനത്ത് കൊറിയ, 3ാം സ്ഥാനത്ത് മലേഷ്യ, 4ാം സ്ഥാനത്ത് ചൈന. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: കാർലോസ് അൽക്കരാസ് ആൻഡ്സ് ജാനിക് സിന്നർ റെയിൻ. ജാനിക് സിന്നറുടെ ആധിപത്യം കാർലോസ് അൽക്കരാസ് അവസാനിപ്പിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് US ഓപ്പൺ ആയി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 7 നടന്ന 2025 US ഓപ്പൺ പുരുഷ ടെന്നീസ് ഫൈനലിൽ ആരാണ് വിജയിച്ചത്? കാർലോസ് അൽക്കരാസ്, സ്പെയിൻ. സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കരാസ് ആണ് 2025 US ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ജാനിക് സിന്നറിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് ഇദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 7 നടന്ന പുരുഷ US ഓപ്പൺ ഫൈനലിൽ കാർലോസ് അൽക്കരാസ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ജാനിക് സിന്നർ, ഇറ്റലി. ഇറ്റാലിയൻ
പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ജാനിക് സിന്നർ, അദ്ദേഹം വേൾഡ് നമ്പർ 1 റാങ്കിങ്ങിലായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കരാസ് US ഓപ്പൺ മെൻസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. US ഓപ്പൺ വനിതാ ടെന്നീസ് ഫൈനലിൽ അമൻഡ അനിസ്മിയോക്കെതിരെ ആരാണ് വിജയിച്ചത്? അരീന സെബ്ലങ്ക, ബലൂറിഷ്യൻ പ്രൊഫഷണൽ താരമായിട്ടുള്ള അരിയാന സെബ്ലങ്കയാണ് US പ്രൊഫഷണൽ ടെന്നീസ് താരമായിട്ടുള്ള അമൻഡ അനിസ്മോവയ്ക്കെതിരെ വിജയിച്ചിട്ടുള്ളത്. US ഓപ്പൺ വിമൻസ് ടെന്നീസ് ഫൈനൽ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് അരിയാന സെബ്ലങ്ക, ബലൂറിഷ്യ. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ കാർലോസ് അൽക്കരാസ് എത്ര തവണ വിജയിച്ചു? 2 ടൈംസ്. 2 പ്രാവശ്യമാണ് US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ കാർലോസ് അൽക്കരാസ് വിജയിച്ചിട്ടുള്ളത്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. അനുപമ റോയ് വിൻസ് ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അറ്റ് ദി വെനീസ് ഫെസ്റ്റിവൽ. വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് അനുപൂർണ റോയ് നേടി. വെനീസ് ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതുമായി ബന്ധപ്പെട്ട് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് അനുപർണ റോയ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയ്. അനുപർണ റോയ്ക്കാണ് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഒറിസോണ്ടി സെക്ഷനിൽ ഇത്തരത്തിലുള്ളൊരു അവാർഡ് നേടുന്നത്. 82ാമത്തെ വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ജിം ജാർമുഷിന്റെ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ എന്ന ചിത്രം. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ വളരെ പ്രധാനപ്പെട്ട അവാർഡ് ആയിട്ടുള്ള ഗോൾഡൻ ലയൺ ഫോർ ബെസ്റ്റ് ഫിലിം നേടിയിട്ടുള്ള ചിത്രമാണ് ജിം ജാർമുഷിന്റെ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ. ഒറിസോണ്ടി സെക്ഷനിലാണ് അനുപർണ റോയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, ദ ബെസ്റ്റ് ഡയറക്ടർ. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ അനുപൂർണ റോയുടെ ഏത് ഗാനത്തിനാണ് അവാർഡ് ലഭിച്ചത്? ഫൊർഗോട്ടൺ ട്രീസ് എന്ന ആ ഒരു ഗാനത്തിനാണ് ഒറിസോണ്ടി സെക്ഷനിലെ, അതായത് സോങ്ങിന്റെ സെക്ഷനിലെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് അനുപർണ റോയ് നേടിയിട്ടുള്ളത്. വെനീസ് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1932ലാണ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. നോർത്തേൺ ഇറ്റലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് വെനീസ്. ലോകത്തിന് ഏറ്റവും അറിയപ്പെടുന്ന ജലപാതകളുടെ വാട്ടർ വേസ്, അതായത് ജലപാതകളുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് വെനീസ് എന്ന് പറയുന്ന ഈ സിറ്റി. ഇവിടെയാണ് 1932 വെനീസ് ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിലാണ് സോങ്ങിന്റെ വിഭാഗത്തിൽ അനുപർണ റോയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.